Good morning, students. So, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതിൻ്റെ അടുത്ത പോർഷൻസാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷനിൽ. അതിന് മുന്നേ നമ്മുടെ സിലബസിലൊരു ലിസ്റ്റ് ഓഫ് പെർമിറ്റഡ് കളേഴ്സ് ഉണ്ട്. അതായത് എന്താണ്, ഈ ഡ്രഗ്സ് അല്ലാതെ, അതായത് ഈ കളേഴ്സ് അല്ലാതെ ഡ്രഗ്സിൽ എന്താണ് വേറൊന്നും ഉണ്ടാവാൻ പാടില്ല. നാച്ചുറൽ കളേഴ്സ്, അതിന് എക്സാമ്പിളാണ് ക്ലോറോഫിൽ, കരോട്ടൻ കൊടുത്തിരിക്കുന്നത്. അതേപോലെ ആർട്ടിഫിഷ്യൽ കളേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ കാരമൽ അല്ലെങ്കിൽ റിബോഫ്ലാവിൻ. കൂൾ ടാർ കളേഴ്സ്, ക്വിൻസാൻറ്റിൻ ഗ്രീൻ, etc. And the lakes, the aluminum or calcium salts of any water soluble colors listed above. Okay. So label on the container of drug containing permitted color shall indicate the common name of the color. അത് ഏത് കളറാണ് നമ്മൾ യൂസ് ചെയ്തതെന്ന് ലേബിളിൽ ഉണ്ടായിരിക്കണം. സോ ഈ കളേഴ്സ് മാത്രമേ എന്താണ് നമുക്ക് പെർമിഷനുള്ളൂ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വൺ അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷനിലെ കണ്ടിന്യൂവേഷനാണ്. ഫസ്റ്റ് വൺ ലൈസൻസിങ് അതോറിറ്റീസ്. ലൈസൻസിങ് അതോറിറ്റീസ് എന്താണ്? ഇറ്റ് ഈസ് അപ്പോയിൻറ്റഡ് ബൈ സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ആണ്. ആൻഡ് ദ ലൈസൻസ് എന്താണ്, ഒരു പ്രാവശ്യം ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇറ്റ് ഈസ് റിമൈൻഡ് ഫോർ എവർ അൺടിൽ ക്യാൻസലേഷൻ. ക്യാൻസൽ എപ്പോഴാണ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, നമ്മളിപ്പോൾ അതായത് അവർ ഇൻസ്പെക്ഷൻ വരുന്ന സമയത്ത് നമ്മൾ എല്ലാ കണ്ടീഷൻസും ഫുൾഫിൽ ചെയ്യുന്നില്ല എന്ന് കണ്ടാൽ ലൈസൻസ് എന്ത് ചെയ്യുക, ക്യാൻസൽ ചെയ്യാനോ സസ്പെൻഡ് ചെയ്യാനോ ഉള്ള റൈറ്റ് അവർക്കുണ്ടാവും. ആൻഡ് ലൈസൻസിങ് അതോറിറ്റീസ് ഇറ്റ് ഈസ് മോസ്റ്റ്ലി ഡിസൈൻഡ് ആസ് ഡ്രഗ് കൺട്രോളർ. ഓക്കെ, drug controller, that is India has recently notified as Central License Approving Authority. ഡ്രഗ് കൺട്രോളിൽ നമ്മൾ എങ്ങനെയാണ് നോട്ടിഫൈ ചെയ്യുക? സെൻട്രൽ ലൈസൻസ് അപ്രൂവിങ് അതോറിറ്റി. പിന്നെ അതേപോലെ ക്വാളിഫിക്കേഷൻ. ക്വാളിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഫാർമസി അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി, മെഡിസിൻ വിത്ത് ക്ലിനിക്കൽ ഫാർമക്കോളജി അല്ലെങ്കിൽ മൈക്രോബയോളജി ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം. അറ്റ്ലീസ്റ്റ് 5 years എങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇൻ ദ മാനുഫാക്ചർ അല്ലെങ്കിൽ ടെസ്റ്റിംഗ് ഓഫ് ഡ്രഗ്സിൽ. Next one, controlling authorities. Controlling authorities means all drug inspectors, central government or state government ആയിരിക്കും അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ദേ ആർ റെഫേർഡ് ആസ് കൺട്രോളിങ് അതോറിറ്റി. ആൻഡ് ക്വാളിഫിക്കേഷൻ എന്താണ്, നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത് സെയിം ആണ്. അതേപോലെ 5 years എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് വൺ, ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ്, ദറ്റ് ഈസ് DCD. DCD means എന്തിനാണ്? ഫോർ ദ ലൈസൻസിങ് ഓഫ് ദ മാനുഫാക്ചറിങ് ആൻഡ് സെയിൽസ് പ്രമൈസസ് ഓഫ് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ഇൻ ഇന്ത്യ. അതായത് ക്വാളിറ്റി ഓഫ് ഡ്രഗ്സ്, നമ്മൾ ക്വാളിറ്റി ഡ്രഗ്സ് ആണ് സപ്ലൈ ചെയ്യുന്നതെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഇതിലെന്താണ് 3 വിങ്സ് ഉണ്ടാവും. ദറ്റ് ഈസ് എൻഫോഴ്സ്മെൻറ്റ് വിങ്, എഡ്യൂക്കേഷണൽ വിങ്, അതേപോലെ ഡ്രഗ്സ് ടെസ്റ്റിംഗ് ലബോറട്ടറി. നെക്സ്റ്റ് വൺ, സെൻട്രൽ ഡ്രഗ്സ് Standard Control Organization, and it is under the Directorate General of Health Sciences, അതേപോലെ Ministry of Health and Family Welfare. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ആക്ച്വലി ഇതിന് 6 സോണൽ ഓഫീസേഴ്സ് ആണുള്ളത്. അതേപോലെ 4 സബ് സോണൽ ഓഫീസേഴ്സും ആൻഡ് 13 പോർട്ട് ഓഫീസേഴ്സും, അതുപോലെ 7 ലബോറട്ടറീസ് ആണ് അക്രോസ് ദ കൺട്രി. ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്താണ്? അതായത് പ്രോപ്പർ സേഫ്റ്റി, അതുപോലെ റൈറ്റ്സ് പേഷ്യൻസിന് ലഭിക്കുന്നുണ്ടോ അത് ചെക്ക് ചെയ്യുന്നതാണ് ഇവരുടെ ഡ്യൂട്ടിയാണ്. അതേപോലെ മെഡിക്കൽ പ്രോഡക്റ്റ് മാനുഫാക്ചറിങ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുന്നത് എന്താണ്, സേഫ്റ്റി, എഫിക്കസി, ക്വാളിറ്റി, ഇത്രയും കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ. അതുപോലെ ക്ലിനിക്കൽ ട്രയൽസ് എല്ലാത്തിലും എന്താണ് ഇവർക്ക് റോളാണ്. എന്തിനാണ്? ഫോർ സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ഡ്രഗ്സ്. ക്ലിനിക്കൽ ട്രയൽസ് പ്രോപ്പർ ആയാലാണ് ഡ്രഗ്സിന് എന്താണ് സ്റ്റാൻഡേർഡ് ഉണ്ടാവുള്ളൂ. ആൻഡ് അതേപോലെ ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രൊഡക്ട്സ്, ദേ ആർ ദ റെസ്പോൺസിബിൾ ഫോർ ദ ഗ്രാൻഡ് ഓഫ് ലൈസൻസ്, വാക്സിൻ, സെറ, എക്സെട്ര. സോ എല്ലാത്തിനെയും എന്താണ് ഓവറോൾ കൺട്രോൾ ചെയ്യുന്നത് CDSCO. Next one, drug inspectors. Drug inspectors എന്താണ്? It is appointed by central അല്ലെങ്കിൽ state government. And their qualification, that means
18 months experience in the manufacture of at least one of the substances as specified in Schedule C. Schedule C specify ചെയ്തിരിക്കുന്ന ഡ്രഗ്സ് മാനുഫാക്ചറിങ്ങിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും അറ്റ്ലീസ്റ്റ് 18 months എങ്കിലും, അല്ലെങ്കിൽ എന്താണ് നോട്ട് ലെസ് ദാൻ 18 months എക്സ്പീരിയൻസ് ഇൻ ടെസ്റ്റിംഗ് ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ സബ്സ്റ്റൻസ് സ്പെസിഫൈഡ് ഇൻ ഷെഡ്യൂൾ സി ഇൻ ദ ലബോറട്ടറി അപ്രൂവ്ഡ് ഫോർ ദ പേർപ്പസ് ഓഫ് ലൈസൻസിങ് അതോറിറ്റി. അതായത് ഷെഡ്യൂൾ സിയിൽ കാറ്റഗറിയിൽ വരുന്ന ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ്, അതായത് ലൈസൻസിങ് അതോറിറ്റി അപ്രൂവ് ചെയ്ത സബ്സ്റ്റൻസ് മാനുഫാക്ചർ എന്ത് ചെയ്യുക ടേക്സ് പ്ലേസ് ചെയ്യുക അറ്റ്ലീസ്റ്റ് 18 months or not less than 3 years in the inspection of firms manufacturing of any of substance specified in Schedule C. അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ മാനുഫാക്ചർ. ദീസ് ആർ ദ ക്വാളിഫിക്കേഷൻസ്. ദെൻ ഡ്യൂട്ടീസ്. ഡ്യൂട്ടീസ് എന്താണ്? ഏത് പ്രമൈസസും, അതായത് ഡ്രഗും കോസ്മെറ്റിക്സും മാനുഫാക്ചർ ചെയ്യുന്ന ഏത് പ്രമൈസസും എന്താണ് ചെക്ക് ചെയ്യാനുള്ള റൈറ്റ് ഡ്രഗ് ഇൻസ്പെക്ടറിനുണ്ട്. അതേപോലെ നമ്മൾ ഡ്രഗും കോസ്മെറ്റിക്സും സോൾഡ് ചെയ്യുന്ന സ്ഥലം, സ്റ്റോക്ക് ചെയ്യുന്ന സ്ഥലം ഇൻസ്പെക്ട് ചെയ്യാനുള്ള റൈറ്റും ഡ്രഗ് ഇൻസ്പെക്ടേഴ്സിനുണ്ട്. ദെൻ ടേക്കിംഗ് സാമ്പിൾസ് ഓഫ് എനി ഡ്രഗ് ഓർ കോസ്മെറ്റിക്, ദാറ്റ് മീൻസ് മാനുഫാക്ചർ ചെയ്ത ഏതെങ്കിലും ഡ്രഗോ കോസ്മെറ്റിക്സോ എടുക്കാനുള്ള റൈറ്റ് he have. Then if any person who is in course of conveying, delivering or preparing such a drug or cosmetics to a purchaser or consign, so നമ്മളിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന മെഡിസിൻസ് പർച്ചേസർ അല്ലെങ്കിൽ കൺസൈൻ അതിലെ സാമ്പിൾസും ചെക്ക് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടാവും. ദെൻ ഫോർ എൻറ്ററിങ് ആൻഡ് സെർച്ചിങ് എനി പേഴ്സൺ, പ്ലേസ്, വെഹിക്കിൾ എക്സെട്ര, എന്തെങ്കിലും ഇൻ കേസ് കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വെഹിക്കിൾ സ്റ്റോപ്പ് ചെയ്യാനും അതുപോലെ ചെക്ക് ചെയ്യാനുള്ള റൈറ്റ് ഡ്രഗ് ഇൻസ്പെക്ടറിനുണ്ട്. ദെൻ ഫോർ സീഷേഴ്സ് ഓഫ് സ്റ്റോക്സ്, മീൻസ് ഒരു പെർട്ടിക്കുലർ പീരീഡ് നമ്മൾ എന്ത് മാനുഫാക്ചർ ചെയ്താലും ഒരു പെർട്ടിക്കുലർ പീരീഡ് നമ്മളത് ഡിസ്പോസ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല, മാനുഫാക്ചറിനില്ല. ഇഫ് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാനുള്ള റൈറ്റ് ഡ്രഗ് ഇൻസ്പെക്ടറുണ്ട്. അതുപോലെ റെക്കോർഡ്, രജിസ്റ്റർ, ഡോക്യുമെൻറ്റ് എക്സാമൈൻ ചെയ്യാനുള്ള റൈറ്റ് എന്താണ് ഡ്രഗ് ഇൻസ്പെക്ടറിനുണ്ട്. അതേപോലെ ഇപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് ഏതെങ്കിലും പേഴ്സണെ വിളിപ്പിക്കേണ്ടി വന്നാൽ അതിനുള്ള റൈറ്റും ഡ്രഗ് ഇൻസ്പെക്ടറിന് റെക്കോർഡോ രജിസ്റ്ററോ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. So these are the duties of the drug inspectors. Okay, that's for today. Thank you.